മഴ മാറാതെ നിൽക്കുന്ന മലപ്പുറത്ത് ദുരന്തങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്. പാണക്കാട് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കുന്നിടിഞ്ഞ് അപകടമുണ്ടായി. പ്രദേശവാസികളും മാധ്യമപ്രവർത്തകരും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പാണക്കാട് നാടുകാണി സംസ്ഥാന പാതയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത്. ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം നടക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് മണ്ണെടുപ്പിന് അനുമതി നൽകിയിരുന്നില്ല എന്ന് നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് നിർമ്മാണമെന്നും അപകട സാധ്യത തുടരുന്നതായും പ്രദേശവാസികൾ പറയുന്നു. കാലവർഷം മലപ്പുറം ജില്ലയെ ദുരിതക്കയത്തിൽ മുക്കിത്താഴ്ത്തുന്നതിനിടെയാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. കഴിഞ്ഞ രാത്രിയിലെ കനത്ത മഴയിൽ വെള്ളം കെട്ടിനിന്ന കുന്ന് രാവിലെ ഇടിയുകയായിരുന്നു. സംഭവമറിഞ്ഞ സ്ഥലത്തെത്തിയ നാട്ടുകാരും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെ ആശങ്ക പ്രകടിപ്പിക്കുന്നതിനിടെ തുടർച്ചയായി മണ്ണിടിഞ്ഞു. ദുരന്ത നിവാരണ സേന ഉൾപ്പെടെ നോക്കി നിൽക്കെ വീണ്ടും കുന്നിടിഞ്ഞു. മണ്ണിടിച്ചിലിന്റെ ഭീകരത ഒറ്റ നിമിഷത്തിൽ വെളിവായ ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകരും അപകടത്തിൽപ്പെട്ടു. മുറിവുണ്ടോ? മുറി എവിടെയാണ്? കൈയിന്റെ വിട്ടോ. സാരല്ല നമുക്ക് ഞാൻ ജസ്റ്റ് ഓടി മാറിയതിനാലാണ് സംഭവസ്ഥലത്തുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത്. ഇന്നലെ മുതൽ ചെറിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നെന്നും ഇന്ന് രാവിലെയാണ് രൂക്ഷമായതെന്നും പ്രദേശവാസികൾ പറഞ്ഞു. സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നെന്നും പ്രദേശവാസികൾ പറയുന്നു. നേരത്തെ ഒരു 2-3 വർഷം മുന്നേ അതിന്റെ അപ്പുറത്ത് വെറുതെ ഒരു പ്രവർത്തനം നടക്കാതെ തന്നെ മണ്ണിടിഞ്ഞ് പോകുന്നതാണ്. അപ്പോൾ ഈ മണ്ണ് പറഞ്ഞാൽ ഇത് ഒരു പിടുത്തല്ലാത്ത മണ്ണാണ്, മണൽ മരുത്ത മണ്ണാണ്. അത് ഈ പ്രവർത്തനം നടന്നുകൊണ്ട് ഇപ്പോൾ വെടിയൊക്കെ പൊട്ടിച്ചാണ് നമ്മുടെ ഈ കോറി കല്ലൊക്കെ പൊട്ടിച്ചിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് പോകുന്നത് തന്നെയാണ്. പിന്നെ അപ്പുറത്തൊരു ഹെൽത്ത് സെന്ററിന്റെ സ്ഥലമുണ്ട്. പിന്നെ അതിന്റെ അപ്പുറത്തൊരു പെട്രോൾ പമ്പാണ് പറഞ്ഞത്. അവിടെയൊക്കെ സ്ഥിതി തന്നെയാണ്, മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ് ഇപ്പോഴും. ഇതിപ്പോൾ വരുത്തി വെച്ചൊരു അപകടമാണ് ഇതെല്ലാം. ദുരന്തമറിഞ്ഞെത്തിയ നഗരസഭാ അധികൃതർ സ്വകാര്യ ഭൂമിയിലെ നിർമ്മാണത്തിന് അനുമതി നൽകിയിരുന്നെങ്കിലും മണ്ണെടുക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിനിഷ വ്യക്തമാക്കി. ഇത് ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിട്ടുണ്ട്, ശരിയാണ്. ഇവിടെ എന്താ കൺസ്ട്രക്ഷൻ അറിയില്ല. ഇവർ ജിയോളജിന്നാണ് കല്ലെടുക്കാനുള്ള പെർമിഷൻ എടുക്കുന്നത്. പെർമിഷനൊക്കെ കിട്ടിയിട്ടാണോ നഗരസഭ അനുമതി കൊടുത്തത്? അറിയില്ല, ഇവരെ നമ്മളെ അപ്രോച്ച് ചെയ്തിട്ടില്ലല്ലോ. ഈ മഴക്കാലത്ത് എന്തായാലും ഇതിന് പെർമിഷൻ കൊടുത്തിട്ടില്ല. ജിയോളജിന്ന് അവർ പെർമിഷൻ എടുത്ത് കാണണമെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. മണ്ണെടുക്കാനുള്ള അനുമതി ജിയോളജി വകുപ്പിനാണെന്ന് പറഞ്ഞൊഴിയുകയാണ് നഗരസഭ. അതേസമയം പ്രദേശത്ത് മണ്ണിന്റെ ഘടന ദുർബലമാണെന്നും അനധികൃതമായിട്ടാണ് മണ്ണ് നീക്കുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു. 2018 ഇവിടെ മണ്ണിടിഞ്ഞതാ. ആ മണ്ണിടുന്ന തൊട്ടപ്പുറത്താണ് 3 സ്ഥലങ്ങളായിട്ട് മണ്ണെടുത്തുള്ളത്. ഒരു ജിയോളജിയുടെ ആവശ്യമില്ല. സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർ ചിന്തിച്ചാൽ മതി. ഇവിടെ മണ്ണിടിയും. കുറച്ചു മുന്നേ നിങ്ങളൊപ്പം നിങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള 3 ആളുകളുടെ ജീവനാണ് തലനായി രക്ഷപ്പെട്ട് ഇപ്പോൾ അവിടെ ആക്കുന്നത്. നമ്മുടെ നാട്ടുകാർ അവരവരെ ചികിത്സ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് നിങ്ങൾ പോയാൽ കാണാൻ പറ്റും. നിങ്ങളൊപ്പം വന്ന ആളുകളാ. ഇത് എല്ലാവർക്കും മനസ്സിലാവും. തീരെ ഉറപ്പില്ലാത്ത മണ്ണാണ് ഇവിടെ ഉള്ളത്. സ്കൂൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നതിന് സമീപമാണ് അപകടമുണ്ടായത്. പ്രദേശത്തിപ്പോഴും അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപകട വിവരം അറിഞ്ഞിട്ടും അധികൃതർ സ്ഥലത്തെത്താൻ വൈകിയെന്നും ആക്ഷേപമുണ്ട്. നിലവിൽ ഈ പാതയിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, മലപ്പുറം.